ഹലോ ഗായ്സ്, ഇന്നത്തെ വാക്കിംഗ് കഴിഞ്ഞ് ഇന്നലെ രാത്രി ഭയങ്കര പെരും മഴയും കാറ്റുമായിരുന്നു ഇവിടെ. പോകാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല, പക്ഷെങ്കിൽ പോയി. പക്ഷേ കാലത്തെ മഴയില്ല ഇവിടെ, മഴ കുറവാണ്. ഇപ്പോൾ പെയ്യും തോന്നുന്നു. എന്നാൽ അതുകൊണ്ടൊരു സ്വല്പം ലേറ്റായി. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് കേട്ടോ. ഗുഡ് മോർണിംഗ് പറയാൻ മറന്നുപോയി. ഇന്നത്തെ എക്സ്പീരിയൻസ് വളരെ ഗുഡ് എക്സ്പീരിയൻസാണ്. പിന്നെ ഈ മഴക്കാലത്ത് നമ്മൾ നടക്കുമ്പോൾ മസ്റ്റായിട്ട് ഷൂ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. അല്ലാന്നുണ്ടെന്ന് വരില്ല. ചെരുപ്പാണെങ്കിൽ നമ്മുടെ ചെരുപ്പിൻ്റെ അകത്ത് വെള്ളവും അതിൻ്റെ കൂടി മണ്ണും എല്ലാം കൂടെ കയറിയിട്ട് പിന്നെ കാലിനത് പ്രശ്നമാണ്, നടക്കാൻ പറ്റില്ല. എൻ്റെ പ്രീതി ചേച്ചിയാണെങ്കിൽ ചെരുപ്പാണ് പാവമായിട്ടോട്ട് വരുന്നത്. ഷൂ ഉണ്ട്, എന്തോ അത് പറ്റണില്ല അതുകൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞോണ്ട് വരികയായിരുന്നു, ചേച്ചി എത്ര പെട്ടെന്ന് ഷൂ വാങ്ങിക്കണം. ഷൂ വാങ്ങിച്ചെങ്കിൽ ആ നടപ്പിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ്സും സ്പീഡും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ ഇന്നാണെങ്കിൽ വലിയൊരു തമാശ നടന്നു. ഇവിടെ എനിക്ക് ലക്കി ബേബിയും ഏഞ്ചലും ഒക്കെ ഉണ്ടല്ലോ, അവരുടെ സ്മെല്ലിൻ്റെ ദേഹത്ത് കാണില്ല. അതുകൊണ്ടായിരിക്കും ഒരു വീട്ടിൽ വളർത്തുന്ന ഒരു പപ്പിയാണെന്ന് തോന്നിയിട്ട്. അവൻ പക്ഷെ ഫുള്ള് നനഞ്ഞിരിക്കുന്നുണ്ട്. അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് മണം പിടിക്കുകയാണ്. ഞാൻ ആദ്യം ഒന്ന് പേടിച്ച്, എത്ര ആണെങ്കിലും നമുക്ക് പേടി ഉണ്ടാവില്ല. പക്ഷെ അവൻ ഭയങ്കര കൂളായിട്ട് അവൻ എൻ്റെ കൂടെ നടക്കുകയാണ്. അവനൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മേപ്പുകട പള്ളിയുടെ അവിടെ വന്നപ്പോൾ അവൻ പള്ളിക്കകത്തോട്ട് കയറിപ്പോയി. അതുവരെ നമ്മുടെ കൂടെ വന്നു. ചേച്ചി പെട്ടെന്ന് പേടിച്ചിട്ട് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയപ്പോൾ ഇവരും അപ്പുറത്ത് പോയി. പിന്നെ അവൻ തിരിച്ചിപ്പുറത്ത് വന്നു. പക്ഷേ ഇതുങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പിന്നെ പേടിയില്ല കേട്ടോ. ഇതുങ്ങൾക്ക് വണ്ടിയൊക്കെ നമുക്ക് ശരിക്കും ഒരു പേടി വരും. കാരണം ഇതുങ്ങളിങ്ങനെ ക്രോസ് ചെയ്യുമ്പോഴത്തേന്, ഇന്ന് കുറച്ച് ലേറ്റായല്ലോ, സമയം കുറച്ച് കൂടുതലായപ്പോഴത്തേന് വണ്ടികളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പേടിയാവും, ദൈവമേ ഇതുങ്ങളെ വണ്ടി തട്ടുമോ എന്തിനാണ് എന്നുള്ളൊരു ഭയം നമുക്കാണുള്ളത്. അങ്ങനെ എന്തിനു പറയാൻ, അയ്യോ ഗുഡ് എക്സ്പീരിയൻസ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു ടെൻഷനോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ടെൻഷൻ ഫ്രീ ആണ് ഇപ്പോൾ നമുക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ഒരു റിലാക്സേഷൻ. അപ്പം ഇന്നത്തെ നടപ്പും കാര്യങ്ങളുമൊക്കെ വാക്കിംഗ് ഈസ് വെരി ഗുഡ് ടുഡേ. ഗുഡ് എക്സ്പീരിയൻസ്. കുറേ നമ്മൾ നേരം അങ്ങ് വെളുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുമ്പോൾ കണക്കുള്ള തെരുവ് നായ്ക്കളുടെ ശല്യങ്ങളുണ്ടാവും കേട്ടോ. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നതല്ലായിരിക്കും. കഴിവും കുറച്ച് നേരത്തെ ഇറങ്ങി പോവുക. പക്ഷേ മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് അത്ര നേരത്തെ പോകാൻ പറ്റില്ലല്ലോ, കുറച്ച് ലേറ്റ്. ആ മഴ തോന്നിക്കുന്ന സമയം നോക്കിയിട്ടില്ല നമുക്ക് പോക്ക് നടക്കും. പിന്നെ ഞാൻ എൻ്റെ അരി തിളപ്പിക്കാനായിട്ട് ഇട്ടിട്ടാണ് പോയത്. ഞാൻ വിചാരിച്ച് വരുമ്പോഴത്തേനും അത് കരിഞ്ഞു പോവുമായിരിക്കും. പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുകയായിരുന്നു. നോ പ്രോബ്ലം. അങ്ങനെ ഇന്ന് ശരിക്കും പറഞ്ഞാൽ പോകുന്നതിന് മുമ്പ് ഒരു ചായ ഇട്ട് കുടിച്ചിട്ടാണ് പോയത്. ചായയും 2 റസ്ക്കും. അല്ലാണ്ട് എനിക്ക് പറ്റില്ല കേട്ടോ. പ്രിയത ചേച്ചി പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചൂടുവെള്ളം കുടിച്ചിട്ടാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. പിന്നെ ചേച്ചിക്ക് ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. എനിക്ക് അങ്ങനെയല്ലല്ലോ, കുറച്ച് ദിവസമായത്, 2-3 ഡേയ്സ് ആയതേ ഉള്ളൂ. ഓക്കെ, എനിവേ എന്താ പറയുക, എന്നത്തെയും പോലെ ഞാൻ പറയുന്നു, നിങ്ങളെല്ലാവരും വാക്കിംഗ്
ചെയ്യാൻ ശ്രമിക്കുക. അത് നല്ലതാണ്. ഇപ്പോഴത്തെ ഈ ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളും, പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ഫാസ്റ്റ് ഫുഡ് കഴിക്കാറില്ല കേട്ടോ. വീട്ടിൽ കഞ്ഞിയാണെങ്കിൽ അത് വെച്ച് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. സോ എനിക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന എണ്ണപ്പലഹാരം അങ്ങനെ ഞാൻ എണ്ണപ്പലഹാരം അങ്ങനെ കഴിക്കാറില്ല കേട്ടോ. ശരിക്കും ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പലഹാരങ്ങളോട് വലിയ താല്പര്യമുള്ള ആളുമല്ല ഞാൻ. പിന്നെ എന്താ പറയുക, അങ്ങനെ പിന്നെ ഫാസ്റ്റ് ഫുഡിനോട് തീരെ താല്പര്യമില്ലാത്ത ആളാണ്. കഞ്ഞിയൊക്കെ കുടിക്കുക, വീട്ടിലെന്തെങ്കിലും ചക്കയോ കപ്പയോ, കപ്പയും മീൻ, ചക്കയും മീൻ, ഇതാണ് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത്. പിന്നെ ചേന, കാച്ചിൽ, ചേമ്പ്, ഇതൊക്കെ എൻ്റെ ഫേവറേറ്റാണ്. ശരിക്കും പറഞ്ഞാൽ ചേന, കാച്ചിൽ, ചേമ്പൊക്കെ നമുക്കിവിടെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഐറ്റംസാണുള്ളത്. പക്ഷെ ഞാൻ വീട്ടിൽ ചെല്ലുമ്പം എൻ്റെ അമ്മയ്ക്ക് അവിടെ കൃഷിയുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടം ഐറ്റംസും ഞാൻ അവിടെ ചെല്ലുമ്പോൾ കഴിക്കാറുണ്ട്. പക്ഷേ ഇപ്പം പെട്ടെന്ന് നമുക്ക് ഓടി ഓടി പോകാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ അല്ല. കാരണം ലോങ് ഡിസ്റ്റൻസ് ഒക്കെ, നമുക്ക് തിരക്ക് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് അങ്ങനെ നാട്ടിലേക്കുള്ള പോക്കുകളുടെ ആ ഒരു ഇത് കുറയും. ഓക്കെ, എന്നാലും ഞാൻ പറയുകയാണ്, ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മയൊക്കെ ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. കാരണം അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഫാസ്റ്റ് ഫുഡൊന്നും കഴിക്കുന്ന ആൾക്കാരെയല്ല. അവർക്ക് ശരിക്കും വീട്ടിലുണ്ടാക്കുന്ന, എൻ്റെ അമ്മ ഈസ് എ ഗ്രേറ്റ് ലേഡി. അവരിപ്പോഴും ഫുഡ് തനിയെ വെച്ചിട്ടാണ് കഴിക്കുന്നത്. പക്ഷെ അതിൽ ഈ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്നത് മലക്കറി അങ്ങനത്തെ ഐറ്റംസൊക്കെ അറിയാമല്ലോ, പോയിസൺ മിസ് ചെയ്ത് വരുന്ന സാധനങ്ങളാണ്. പക്ഷെങ്കിൽ ഇപ്പം അത്യാവശ്യം അവർക്ക് പറമ്പിൽ നിന്ന് എടുത്ത് എന്തെങ്കിലുമൊക്കെ കറി വെക്കണമെങ്കിൽ തന്നെയും എൻ്റെ അമ്മ അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പോൾ എൻ്റെ അമ്മ വയ്ക്കുന്ന ഒരു കറി ഉണ്ടായിരുന്നു, എൻ്റെ ഫേവറേറ്റാണ് കേട്ടോ. അത് ഈ കണ്ണൻ ചേമ്പെന്ന് പറയും, ഈ ചെറിയ ചെറിയ ഉരുണ്ടിരിക്കുന്ന ചേമ്പുണ്ടല്ലോ, അത് അവിടെ നിറച്ചുണ്ടായിരുന്നു. പണ്ട് എൻ്റെ ചെറുതിലേ മുതലേ ഞാൻ കഴിച്ചിട്ടുള്ളൊരു സംഭവം. പക്ഷേ ആ ഒരൊറ്റ കറി മതി നമുക്ക് ആവശ്യത്തിലേറെ നമുക്ക് ചോറ് കഴിക്കാൻ പറ്റുമെന്നുള്ളതാണ്. എനിവേ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടന്തേന്ന് പറയും സംഭവം. മടന്ത തോരൻ എന്നാണ്, അങ്ങനെ അതാണ് പേരെൻ്റെ. അതിൻ്റെ കൂടെ ഈ തെരണ്ടിമീൻ അല്ലെങ്കിൽ തൂക്കുമീൻ എന്ന് പറയുന്ന സംഭവം അവിടെ കിട്ടാറുണ്ട്. അവിടെ ശരിക്കും പറഞ്ഞാൽ നല്ല, നമ്മളിവിടെ കരുവാടെന്ന് പറയും, അവിടെ ഉണക്കമീൻ എന്നാണ് പറയുന്നത്. അത് പിന്നെ അവിടെ കിട്ടും കേട്ടോ. നല്ല ഫ്രഷായിട്ടുള്ള മീൻ അവിടെ കിട്ടും. ഇനിയും പോകുമ്പോൾ വേണം കുറച്ച് വാങ്ങിച്ചിട്ട് വരാൻ, കാരണം നമുക്കിവിടെ അത് കിട്ടാറില്ല. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആ കണ്ണൻ ചേമ്പെന്ന് പറയുന്ന സംഭവത്തിൻ്റെ ഈ തളിര് കൂമ്പലയുണ്ടല്ലോ, ഇങ്ങനെ ചുരുണ്ട് ഇങ്ങനെ വന്ന് നിൽക്കും. അതിങ്ങനെ എൻ്റെ അമ്മ അതിങ്ങനെ ഒടിച്ചെടുത്തിട്ട് അതിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കെട്ടും. അങ്ങനെ കെട്ടി അത് തെറുത്ത് കെട്ടുക എന്നാണ് നമ്മളവിടെ പറയണത്. ഇവിടെ അത് ചിലപ്പം ചീത്ത വാക്ക പറ്റായിരിക്കും. ഓക്കെ, നോ പ്രോബ്ലം. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ്, ഓരോരോ നാടുകളിൽ ഓരോന്നാണല്ലോ പറയുന്നത്. അങ്ങനെ അതിങ്ങനെ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ ഒരു അകത്ത് പച്ചമുളകും നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ ചിലപ്പോൾ അമ്മ അടത്തി എടുക്കുന്നതായിരിക്കും. അതിങ്ങനെ അരിഞ്ഞിടും. പിന്നെ കൊച്ചുള്ളി കുറച്ച് ഇങ്ങനെ അരിഞ്ഞിടും. പിന്നെ എന്തിനാണ് ഇപ്പോൾ കറിവേപ്പിലയൊക്കെ അവിടുന്ന് തന്നെ അടത്തിയെടുക്കുന്നതാണ്. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് വിഷമുള്ളതാണ്. പിന്നെ അതൊക്കെ ഇട്ടിട്ട് പിന്നെ തേങ്ങ, മഞ്ഞൾപ്പൊടി, പിന്നെ എന്തിനാണ് അതിനകത്ത് ചേർക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. മഞ്ഞൾപ്പൊടിയും പിന്നെ മല്ലിപ്പൊടി ചേർക്കോ എന്തോ അറിയില്ല. അതെല്ലാം കൂടെ അരകില്ലിൽ വെച്ചിട്ട് ചതച്ചെടുത്തിട്ട് ഇതിനകത്തിട്ട് അമ്മ കൈ കൊണ്ട് തന്നെ ഇളക്കി ഉപ്പും കൂടിയൊക്കെ ഇട്ട് പിന്നെ ലേശം പുളി ചേർക്കും. നമ്മൾ കുടംപുളിയുടെ ആൾക്കാരാണ് കേട്ടോ. വാളംപുളി ഞാനിവിടെ യൂസ് ചെയ്തില്ല, എൻ്റെ വീട്ടിൽ വാളംപുളി ഇല്ല, കുടംപുളിയാണ്. അത് ഞാൻ നാട്ടിൽ നിന്ന് എൻ്റെ ചേച്ചിയുണ്ട്, ശോഭന എന്ന് പറയുന്ന ചേച്ചി. അവർ പിന്നെ ഈരാറ്റുപേട്ട പെരുന്നലം എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നു. എനിക്ക് മിക്കപ്പോഴും
ആ ചേച്ചിയാണ് പുളി തരണത്. അങ്ങനെ ഞാൻ ഇന്ന് വരെയും എൻ്റെ വീട്ടിൽ വാളംപുളി ഇല്ല. വാളംപുളി എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും തീയലിൻ്റെ അകത്തും സാമ്പാറിൻ്റെ അകത്തും ഒക്കെ പിന്നെ എന്തിനു ചേർക്കുമെന്ന്. ഞാൻ സാമ്പാറിനകത്ത് ടൊമാറ്റോ ആണ് ചേർക്കുന്നത്. തീയലിനകത്ത് കുടംപുളി ലേശം ഇടും, അങ്ങനെയാണ്. ഈ വാളംപുളി ചേർക്കേണ്ട സ്ഥാനത്തെല്ലാം ഞാൻ ഈ കുടംപുളി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ അതിന് പിണംപുളി എന്നാണ് പറയണത്. നമ്മളിപ്പം ഞാൻ കോട്ടയംകാരിയാണ്, അതുകൊണ്ട് ഞാൻ കുടംപുളിയും തന്നെ പറയുള്ളൂ. ഓക്കെ, അങ്ങനെ അത് ഒക്കെ ഇട്ടിട്ട് ഈ എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഈ തെരണ്ടി മീൻ നേരത്തെ പീസാക്കി അമ്മച്ചി വെള്ളത്തിയിട്ടിരിക്കും. എന്നിട്ട് അത് നല്ലതുപോലെ ഉപ്പുണ്ടാവും അതിൽ. ശരിക്ക് ഉപ്പ് നല്ലവണ്ണം കളഞ്ഞതിന് ശേഷം അത് വാഷ് ചെയ്ത് ഇതിൻ്റെ അകത്തിട്ട് എല്ലാം കൂടെ കൈകൊണ്ട് മിക്സ് ചെയ്ത് അടുപ്പത്താണ് എൻ്റെ അമ്മ എല്ലാം വയ്ക്കുന്നത്. പിന്നെ എന്താ പറയുക, ഗ്യാസൊക്കെ ഉണ്ടെങ്കിലും അമ്മ അതിൽ വെക്കില്ല, അടുപ്പിലാണ് വെക്കുന്നത്. വിറകൊക്കെ കത്തിച്ച് വയ്ക്കും. അപ്പോൾ അതിൽ വെച്ചിട്ട് ഇങ്ങനെ കുടഞ്ഞിട്ടിട്ട് കുടഞ്ഞിട്ടിട്ട് അത് വറ്റിച്ചിട്ടു. അമ്മ, ഓ മൈ ഗോഡ്, അതിൻ്റെ ടേസ്റ്റ് നമുക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ മരണം വരെ എൻ്റെ നാവിൻ തുമ്പിലിരിക്കുന്ന ആ ഒരു കറിയുടെ ടേസ്റ്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും മടന്ത തോരനാണ്. അതും എൻ്റെ അമ്മ വയ്ക്കുന്നത്. ഞാനൊന്നും വെച്ചാൽ അത്രയ്ക്ക് ടേസ്റ്റ് കിട്ടില്ല, പക്ഷേ ആ ഒരു കൈപ്പുണ്യം എന്ന് പറയുന്നത് ഗ്രേറ്റ്. അപ്പം അത് മാത്രം മതി നമുക്ക്. എത്ര ചോറ് നമുക്ക് വേണ്ടെങ്കിൽ പോലും നമ്മൾ ചോറ് കോരിയിട്ട് കഴിച്ചുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അതൊക്കെ ഒരു കാലം ഇനി പോകണം എൻ്റെ അമ്മയുടെ അടുത്ത്. എന്നിട്ട് അവിടെ ഇപ്പോൾ അത് ഇങ്ങനെ എന്തായാലും ചേമ്പ് അവിടെ എപ്പോഴും ഉണ്ട്. ചേമ്പ്, കാച്ചിൽ, ചേന, ഇതൊക്കെ അവിടെയുള്ള സാധനങ്ങളാണ്. ഇനി അതിൻ്റെ ഒരു സമയമാകുമ്പോൾ പോയിട്ട് അതുപോലെ അമ്മ ഇങ്ങനെ മടന്ത തോരൻ കഴിക്കണം എന്നൊരു താല്പര്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ സെലിബ്രിറ്റി കാണണ്ടേ, മെയിൻ അതാണ്. ഞാനല്ല. കം ബേബി, എൻ്റെ പൊന്നും കെട്ട കണ്ട, ഇതാണ് എൻ്റെ പൊന്നും കെട്ട. പെണ്ണുണ്ട്, പെണ്ണൊരു എന്നിട്ട് കൂട്ടിൻ്റെ അകത്ത് കെപ്പുണ്ട് കേട്ടോ. ഞങ്ങൾ പിന്നെ എപ്പോഴും അമ്മയുടെ മടിയിലാണല്ലോ. അമ്മയുടെ മടിയിലാണ്. ഞങ്ങൾ അമ്മയുടെ മടിയിലേ ഇറച്ചു എന്നാണ്. ഞാൻ വാക്കിങ്ങിന് പോകുമ്പോൾ അവിടെ വന്നിട്ട് ചെറിയ ഗേറ്റിൻ്റെ അവിടെ ഇരിക്കും. ഞാൻ വരുന്നിടം വരെ നോക്കിയിരിക്കും. അതാണ് എൻ്റെ കുഞ്ഞുങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം. സേ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഗുഡ് മോർണിംഗ് പറ പൊന്നെ, ഗുഡ് മോർണിംഗ് പറഞ്ഞ് അവർ എല്ലാവരും ഒന്ന് കുമ്പിട്ടേ. എങ്ങനെയാണ് നമസ്കാരം പറ. ഗുഡ് മോർണിംഗ് ഗൈസ്. ഓക്കെ, അപ്പം ബൈ പറ. അതെ ഏഞ്ചലേ, ഏഞ്ചലിനെ കൂടെ കാണിക്കട്ടെ. മറിയ മക്കൾ അവിടെ തന്നിരുന്നു. കുഞ്ഞിന് ഇച്ചിരി ഇളക്കാൻ കയറി. അപ്പോൾ നിങ്ങൾക്ക് ഏഞ്ചലിനെ കാണണ്ടേ? ഏഞ്ചലേ, സേ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഓക്കെ, ബൈ. ഞാൻ കിച്ചണിലേക്ക് പോവട്ടെ. എൻ്റെ ജോലി സ്റ്റാർട്ട് ചെയ്യട്ടെ. ജോലിയുണ്ട്. ബൈ.